ഹലോ എവരിബഡി, പാർട്ട് 2 ആണ്. പാർട്ട് 1 ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസാണ് നിങ്ങളിൽ നിന്നെല്ലാം കിട്ടിയത്. ഇതതിൻ്റെ പാർട്ട് 2 ആണ്. ആ പാർട്ട് 1 വീഡിയോയിൽ ഉണ്ടായിരുന്നത് സാധാരണ നോർമൽ വെറൈറ്റിയിലെ കവർ പ്ലാന്റുകളും പിന്നെ ഒരു കോംബോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് ഇപ്പോഴും കോംബോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ കോംബോയിൽ അടുക്കി വെച്ചിരുന്നപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. കോംബോയ്ക്കായിട്ട് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 2 കളറ് കുറവായിരുന്നു. ഒരു വെള്ള പോലെ വരുന്നതും അത് പൂ മൊത്തം വിടർന്നു കഴിയുമ്പം പ്യുവർ വെള്ളയാണോ എന്ന് എനിക്കറിയത്തില്ല. അതെല്ലാം വാങ്ങിയ പ്ലാന്റുകളല്ലേ. ഒരു പീച്ച് കളർ പോലുള്ള ഈ 2 പ്ലാന്റുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് പിന്നെ ആ കോംബോ അങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. ഞാൻ രേഖ, രാജം പ്ലാന്റ്സിൻ്റെ ഈ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലെ പല പ്ലാന്റ്സും നേരത്തെയും കാണിച്ചിരുന്നവയാണ്. പുതിയതായിട്ട് അധികം പ്ലാന്റ്സ് ഒന്നുമില്ല. മിക്കവാറും അടുത്ത സെറ്റ് പ്ലാന്റ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഏതൊക്കെ ബോഗൺവില്ലയാണ് അതിലുണ്ടാവുക എന്ന് അറിയാൻ പറ്റും. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇതിനെല്ലാം മുൻപുണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ വിലയുള്ള പ്ലാന്റുകളാണ്. ആദ്യത്തെ വീഡിയോയിലുണ്ടായിരുന്നതെല്ലാം എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള പ്ലാന്റ്സുകളൊക്കെ ആയിരുന്നു. ഇത് പക്ഷേ കുറച്ചുകൂടെ വിലയുള്ള പ്ലാന്റ്സുകളാണ്. DTDC ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂവുമാണ് പ്ലാന്റ്സ് എല്ലാം അയക്കുക. പിന്നെ ബോഗൺവില്ലയ്ക്ക് എല്ലാം കുറച്ച് മണ്ണെങ്കിലും വെക്കാതെ നമുക്ക് അയക്കാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ മണ്ണൊക്കെ കുറച്ചാണെന്ന് നമ്മൾ കരുതിയിട്ട് പല പ്ലാന്റ്സ് ഒന്നിച്ച് കൂട്ടിയിട്ട് DTDCയുടെ അവിടെ ചെല്ലുമ്പോൾ അവർ തൂക്കിയിട്ട് പറയും ഇത്ര കിലോ, ഇത്രയായി ചാർജ്, അങ്ങനെ വരുന്ന ഒരു പ്ലാന്റാണ്. അഗ്ലോണിമ പോലുള്ള പ്ലാന്റ്സിനൊന്നും ആ പ്രശ്നം വരാറില്ല. ആദ്യത്തെ ഈ കാണുന്ന ചില്ലി പ്ലാന്റുകളാണ്. അടുത്തത് ഈ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. തിമ്മ പിങ്ക് റോസ് കളർ ഉള്ള ഈ പ്ലാന്റാണ്. അതിൻ്റെ പുതിയ മൊട്ട് പോലെ വരുന്നതിനൊക്കെ ഒരു ലൈറ്റ് കളറാണ് വരുന്നത്. പിന്നെ പൂവാകുമ്പോൾ നല്ല ഡാർക്ക് പിങ്ക് കളറാവും. ഗ്രീനിൻ്റെ വെരിഗേഷൻസ് ഉള്ള ഗ്രീനും യെല്ലോയും കൂടെയുള്ള ഇലകളുള്ള പ്ലാന്റാണ്. അടുത്തത് ഡോക്ടർ റാവുവിൻ്റെ ഇതും പിങ്കെന്ന് പറയാൻ പറ്റത്തില്ല, ഡാർക്ക് പിങ്ക്, ഏകദേശം റെഡിനോട് സാമ്യമുള്ള ഇലകൾക്കും നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഈ 2 പ്ലാന്റുകളും. ഈ 2 പ്ലാന്റ് കോംബോ ആയിട്ടും സിംഗിളായിട്ടും അവൈലബിൾ ആണ്. ഇത് കോംബോ ആയിട്ട് 450 രൂപയും സിംഗിളായിട്ടാണെങ്കിൽ 250 രൂപയുമാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കവർ സൈസ് പ്ലാന്റ്സ് ഞാൻ പ്ലാന്റ് വാങ്ങുന്നിടത്തില്ല. ഈ പോട്ട് സൈസ് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇലകളുടെ ഭംഗി കൊണ്ട് നമുക്ക് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ആ കാണിച്ച 2 ബോഗൺവില്ലകൾ. അടുത്തത് ഈ 2 ബോഗൺവില്ലകളാണ്. ഇതും എല്ലാം കോംബോ ആയിട്ടും സിംഗിളായിട്ടും ഉണ്ട്. ഇതിൽ ഒന്ന് മൊണാലിസ പിങ്കും വേറെണ്ണം ബ്യൂട്ടി പിങ്കുമാണ്. ഈ മൊണാലിസ പിങ്കിൻ്റെ ഇലകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. മറ്റു ബോഗൺവില്ലയുടെ ഇലകളെക്കാളും ചെറിയ കുഞ്ഞു ഇലകളാണ് ഇതിനുള്ളത്. രണ്ടും ഡാർക്ക് പിങ്ക് കളറാണ്. മൊണാലിസ പിങ്ക് ആണ് ഈ കാണുന്നത്. മറ്റേത് പിങ്ക് ബ്യൂട്ടി. പിങ്ക് നല്ല ഡാർക്ക് പിങ്കാണ് രണ്ടിൻ്റെയും തന്നെ. ഇലകൾക്ക് മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്. ഈ പ്ലാന്റിനും അതുപോലെ തന്നെ ഒരു പ്ലാന്റായിട്ട് എടുക്കുകയാണെങ്കിൽ 250 രൂപയും രണ്ടും കൂടെ കോംബോ ആയിട്ട് എടുത്താൽ 450 രൂപയാണ് പ്രൈസ് വരിക. പോട്ട് സൈസ് പ്ലാന്റാണ്. ഇതിൻ്റെയും കവർ സൈസ് പ്ലാന്റുകൾ അവൈലബിൾ അല്ല. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. അടുത്തത് ഈ കാണുന്ന ചില്ലി വെറൈറ്റീസാണ്. ചില്ലിയുടെ 3 വെറൈറ്റീസ് ഉണ്ട്. 4 വെറൈറ്റീസ് കാണാറുണ്ട് വീഡിയോകളിലൊക്കെ. പക്ഷേ എൻ്റെ അടുത്ത് 3 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. ചില്ലി യെല്ലോയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. വലിയതായ പ്ലാന്റ് തന്നെയാണ്. 350 രൂപയാണ് സിംഗിളായിട്ടാണ് ഈ പ്ലാന്റിൻ്റെ വില വരിക. അടുത്തത് ചില്ലി ഓറഞ്ചാണ്. വലിയ പ്ലാന്റാണ്. നേരത്തെ കാണിച്ച മൊണാലിസ പിങ്കിനേക്കാളും കുറച്ചുകൂടെ വലിയ ബ്രാഞ്ചസൊക്കെ വന്ന പ്ലാന്റാണ്. അടുത്തത് ഇത് ചില്ലി റെഡാണ്. ഇത് സിംഗിളായിട്ട് എടുത്താൽ ഇതിന് പ്രൈസ് വരുന്നത് 350 രൂപയാണ്. 3ഉം കൂടെ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ
950 950 എല്ലാത്തിനും തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഈ ബോഗൺവില്ലയ്ക്കെല്ലാം തന്നെ കൊറിയർ ചാർജ് കൂടുതലാണ്, മറ്റ് സാധാരണ പ്ലാന്റ്സ് അയക്കുന്ന പോലെയല്ല. എല്ലാവരും എല്ലാവരുടെയും വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അടുത്തത് ചില്ലി റെഡിൻ്റെ മാത്രം കവർ സൈസ് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. നേരത്തെയും കുറേ പേരെ വാങ്ങിയിട്ടുണ്ട്. ഇതിന് പ്രൈസ് വരുന്നത് 150 രൂപയാണ്. ചില്ലി റെഡിൻ്റെ കവർ സൈസിന് പ്രൈസ് വരുന്നത്. പിന്നെ നമ്മുടെ നോർമൽ വെറൈറ്റിയായ ഈ പ്ലാന്റുകളെല്ലാം അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ അതേ വിലയിൽ തന്നെ 70 രൂപയാണ്. ഈ കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും, പിന്നെ നമ്മളുടെ എല്ലാം വീടുകളിലുള്ള ഈ കാണുന്ന റോസ് കളറാണെങ്കിലും അതിനും 2 കളറുണ്ട്. പൂ പൂവായിട്ട് തുടങ്ങുമ്പോൾ ഉള്ള കളറ് കുറേ പഴകി കഴിയുമ്പോൾ ആ പൂവിൻ്റെ കളർ വേറൊരു കളർ, ഇച്ചിരി കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഈ നോർമൽ വെറൈറ്റി. പിന്നെ ഈ മഞ്ഞയ്ക്കും പൂക്കൾ കുറച്ച് ദിവസം ആയി കഴിയുമ്പോൾ കളറിന് കുറച്ച് വ്യത്യാസം വരും. ഇതിനെല്ലാം തന്നെ ഈ കവർ സൈസ് വരുന്ന പ്ലാന്റുകൾക്കെല്ലാം തന്നെ 70 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മളുടെ വീടിനടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ് കുത്തിയാൽ തന്നെ പെട്ടെന്ന് കിളിച്ചു വരും ഈ ടൈപ്പ് ബോഗൺവില്ലകളെല്ലാം തന്നെ. അടുത്തത് ഡബിൾ കളർ വരുന്ന ഈ പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ ചിത്ര എന്നാണെന്ന് തോന്നുന്നു പേര് വരുന്നത്. 150 രൂപയാണ് ഈ പ്ലാന്റിന് പ്രൈസ് വരുന്നത്. ചിലതിൻ്റെ പിങ്ക് കളറ് കുറവായിരിക്കും. ചില പ്ലാന്റുകളിലെ പൂക്കൾക്ക് വെള്ള കളറാണ് കൂടുതൽ, ചിലതിന് പിങ്ക് കളറാണ് കൂടുതൽ. ഇതിനൊരു ലൈറ്റ് പിങ്ക് ആയി വരുന്നതേ ഉള്ളൂ, പക്ഷേ കൂടുതൽ പൂക്കൾക്കും വെള്ള കളറാണ്. മറ്റ് ചിലതിന് അതിന് 2 വെറൈറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല. മറ്റേ കണ്ട പൂവിനെല്ലാം പിങ്കാണ് കൂടുതൽ വരുന്നത്, വെള്ള കുറവും. ആദ്യം കണ്ടതിന് വെള്ള കളറാണ് കൂടുതൽ, പിങ്ക് കളർ കുറവ്, പക്ഷേ 2 കളർ വരുന്നുണ്ട്. 150 രൂപയാണ് ആ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് ഈ പൂനെ വൈറ്റ് എന്ന ഐഡിയയിൽ വന്ന ഈ പ്ലാന്റാണ്. നിറച്ച് വലിയ പൂക്കളുണ്ടാകുന്ന, വെള്ള കളറിലെ പൂക്കളുണ്ടാകുന്ന ഈ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. ഇതിനും പ്രൈസ് വരുന്നത് 250 റുപ്പീസാണ്. അടുത്തത് ഈ ലാവൻഡർ കളറാണ്. ലാവൻഡറും കുറച്ച് ലൈറ്റ് ഡാർക്ക് ഇങ്ങനെ കളറുകൾ മാറി മാറി വന്ന ചെടികളാണ് ഉള്ളതെല്ലാം തന്നെ. ഇതിനും 250 റുപ്പീസ് തന്നെയാണ്. ഇത് രണ്ടും കോംബോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 450 റുപ്പീസാണ് പ്രൈസ് വരിക. ലാവൻഡറും വൈറ്റും. പൂനെ വൈറ്റ് എന്ന് പറയുന്നുണ്ട്, ചിലർ സിംഗപ്പൂർ വൈറ്റ് എന്ന് പറയുന്നുണ്ട്. നല്ല ലാവൻഡർ പർപ്പിൾ കളർ, നല്ല ഭംഗിയുള്ള ചെടിയാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ ഈ കാണുന്ന നാടൻ വെറൈറ്റി നോർമൽ വൈറ്റ്, ഇതിൻ്റെ തൈകളുമുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒന്നും കെയർ വേണ്ട, വെറുതെ തന്നെ ഇതിന് പ്രൂൺ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ പൂക്കളുണ്ടാകുന്ന ഈ നാടൻ വെറൈറ്റിയുടെ തൈകളും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഉടൻ തന്നെ ബോഗൺവില്ലയുടെ എല്ലാം പുതിയൊരു സെയിൽ വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. ഈ കാണുന്നതും ആ റോസ് കളറിലെ ചെടിയാണ്. അതിന് കുറച്ച് കഴിയുമ്പോൾ കളറ് ചെറുതായിട്ട് മാറും. ഇതെല്ലാവരുടെയും വീടുകളിലുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.